ഹലോ എവരിവൺ, നിങ്ങൾ ടൈറ്റിൽ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ന്യൂസുമായിട്ടാണ്, വളരെ ഒരു അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. മറ്റൊന്നുമല്ല, കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് CUET 2022ന്റെ ഡേറ്റ്സ് അനൗൺസ് ചെയ്തുകൊണ്ട്, അതായത് എപ്പോൾ നടക്കുമെന്ന് പറഞ്ഞുകൊണ്ട് UGC ഒരു നോട്ടിഫിക്കേഷൻ പുറത്തുവിട്ടിട്ടുണ്ട്. അപ്പോൾ ഈ നോട്ടിഫിക്കേഷന്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ അപ്ഡേറ്റിന്റെ വരോടുകൂടി ഇനി CUETയുടെ ഒരുപാട് അപ്ഡേറ്റ്സ് അതുപോലെ തന്നെ ഒരുപാട് ന്യൂസുകളും വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അത് ആദ്യം തന്നെ കൃത്യമായി നിങ്ങളിലേക്ക് എത്താൻ എത്രയും പെട്ടെന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നമ്മുടെ ഡീറ്റെയിൽസിലേക്ക് പോവാം. നമ്മളെല്ലാവരും കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരുന്ന ആ ഒരു എക്സാമിനെ പറ്റിയുള്ള നോട്ടിഫിക്കേഷനാണ് UGC ഇപ്പോൾ റിലീസ് ചെയ്തിരിക്കുന്നത്. UGC റിലീസ് ചെയ്തിരിക്കുന്ന ആ നോട്ടിഫിക്കേഷനാണ് ഈ കാണുന്നത്. സോ നിങ്ങളോട് പറയാനുള്ളത്, മുമ്പ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്ക് അഡ്മിഷനായിട്ട് നടത്തി വന്നിരുന്ന സെൻട്രൽ യൂണിവേഴ്സിറ്റി കോമൺ എൻട്രൻസ് ടെസ്റ്റ് അഥവാ CUCET എന്ന ഫോർമാറ്റ്, എന്ന പേര്, എന്ന രീതി മാറിയിട്ട് ഈ വട്ടം തൊട്ട് അത് CUET ആണ്, കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ്. പേരിൽ മാത്രമല്ല, ഈ എക്സാമിന്റെ സ്വഭാവത്തിലും മാറ്റമുണ്ട്. ഇത് രണ്ടും CUCETയും CUETയും തമ്മിലുള്ള വ്യത്യാസമെല്ലാം വിശദമായി പറഞ്ഞുകൊണ്ടുള്ള വീഡിയോ വൈകാതെ വരുന്നതായിരിക്കും. പക്ഷേ ഇപ്പം നമ്മളുടെ വിഷയം ഈ നോട്ടിഫിക്കേഷൻ വന്നു, അത് നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും എന്നുള്ളതാണ്. നമ്മളുടെ മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞ മനാഷ് ഗോഹയും ചതിച്ചില്ല, അതുപോലെ തന്നെ ഒരിക്കലും കൊച്ചിൻ ഹനീഫയുടെ സ്ഥിതി നമുക്ക് വന്നിട്ടില്ല. ഈ ആഴ്ച വരുമെന്ന് പറഞ്ഞു, തിങ്കളാഴ്ച ആയിട്ടേ ഉള്ളൂ, തിങ്കളാഴ്ച തന്നെ ഈ നോട്ടിഫിക്കേഷൻ വരികയാണ്. അപ്പോൾ മാർച്ച് 21, 2022 ഇന്ന് റിലീസ് ചെയ്തിട്ടുള്ള ഈ നോട്ടിഫിക്കേഷനിൽ എന്തൊക്കെയാണ് പറയുന്നത്, എന്തൊക്കെ മാറ്റങ്ങൾ അതിൽ നിന്ന് നിങ്ങൾക്ക് വായിച്ചെടുക്കാൻ പറ്റുമെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. സോ ഇതാണ് നോട്ടിഫിക്കേഷൻ. അതിൽ പറയുന്നത്, ദ കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് CUET ഫോർ അഡ്മിഷൻ ഇൻ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാംസ് ഫ്രം ദി അക്കാഡമിക് സെഷൻ 2022-23 ഇൻ ഓൾ UGC ഫണ്ടഡ് സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് വിൽ ബി കണ്ടക്ടഡ് ഇൻ 13 ലാംഗ്വേജസ്, നെയിംലി ഹിന്ദി, മറാഠി, ഗുജറാത്തി, തമിഴ്, തെലുഗു, കന്നഡ, മലയാളം, ഉറുദു, അസാമീസ്, ബംഗാളി, പഞ്ചാബി, ഒഡിയ ആൻഡ് ഇംഗ്ലീഷ് ബൈ ദ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. അപ്പോൾ ഇവർ പറയുന്നത്, എല്ലാ സെൻട്രലി ഫണ്ടഡ് യൂണിവേഴ്സിറ്റിയിലേക്കുമുള്ള അഡ്മിഷൻ ഈ ഒരു മീഡിയ, അതായത് ഈ ഒരു മീഡിയം ത്രൂ ആയിരിക്കും. ഏത്? കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് അഥവാ CUET വഴി ഈ വട്ടം തൊട്ട് ഈ ഒരു എൻട്രി കിട്ടുന്നത്, ഈ ഒരു അഡ്മിഷൻ എടുക്കുന്നത് ഒരിക്കലും സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്ക് മാത്രമല്ല എന്നുള്ളത് തന്നെയാണ് ഈ പേരിലെ മാറ്റം സൂചിപ്പിക്കുന്നത്. അത് സംബന്ധിച്ചുള്ള ഒരു സെന്റൻസ് ആണ് അടുത്തത് വരുന്നത്. അതിൽ പറയുന്നുണ്ട്, ദ CUET മേ ഓൾസോ ബി അഡോപ്റ്റഡ് ബൈ ദ സ്റ്റേറ്റ് പ്രൈവറ്റ് ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റീസ്. അതായത് ഈ ഒരു മെത്തേഡിലൂടെ, ഈ ഒരു എക്സാമിലൂടെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളിലേക്ക് അതുപോലെ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളിലേക്ക് ഒക്കെ കുട്ടികളെ എടുക്കാനുള്ള ഒരു ഓപ്ഷൻ NTA അല്ലെങ്കിൽ UGC പ്രൊവൈഡ് ചെയ്യുകയാണ്. ചുരുക്കി പറഞ്ഞാൽ, സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്ക് മാത്രം നടത്തിയിരുന്ന ഒരു എക്സാമിലൂടെ ഇന്ന് ഇന്ത്യയിൽ ഏതൊരു യൂണിവേഴ്സിറ്റിയിലും പഠിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്കാണ് നീങ്ങുന്നത്. CUET ആവുന്നതോടെ ആ ഒരു ഓപ്പർച്യൂണിറ്റിയിൽ ഉണ്ടാകുന്ന വ്യത്യാസം നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലാവുന്നുണ്ടാവും. CUET പറ്റിയുള്ള നോട്ടിഫിക്കേഷൻ എല്ലാം നിങ്ങൾക്ക് തന്നെ UGCയുടെ സൈറ്റിൽ പോയാൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. നിങ്ങൾക്ക് എടുത്ത് വായിക്കാം. ഈ ഒരു ഫയൽ തന്നെയാണ്, ഈ ഒരു PDF തന്നെയാണ് നിങ്ങൾക്ക് അതൊന്നും കിട്ടുക. പക്ഷെ അതിൽ പറയുന്നുണ്ട് NTAയിൽ പോയി കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് ഉണ്ട് എന്നുള്ളത്. പക്ഷെ ആസ് ഓഫ് നൗ ഞങ്ങൾ നോക്കുന്നത് വരെ രാത്രി 10 മണി വരെ അത് എത്തിയിട്ടില്ല. പക്ഷെ വൈകാതെ വരുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം. സോ അത് കാണാത്തത് കൊണ്ട് ഈ ഒരു ഡൗട്ടും അതിന്റെ ഒരു കൺഫ്യൂഷനും ഒന്നും ആവശ്യമില്ല. UGC ഇത് റിലീസ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ അവർ പറയുന്നതനുസരിച്ചായിരിക്കും ഇനിയുള്ള കാര്യങ്ങൾ. അതിൽ നിങ്ങൾ എല്ലാവരും കാത്തിരിക്കുന്ന ആ ഒരു വിവരം, എപ്പോൾ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യും, അത് അവർ കൃത്യമായി പറയുന്നുണ്ട്. April 1st വീക്ക് തൊട്ടിട്ട് UG കോഴ്സുകളിലേക്കുള്ള ആപ്ലിക്കേഷൻ NTA സ്വീകരിച്ചു തുടങ്ങും. ഇത് പോരാത്തതിന് അതിൽ പറയുന്ന മറ്റൊരു ഫാക്ട് എന്ന് പറയുന്നത്, PGക്കുള്ള ഒരുവിധം ഒരുപാട് യൂണിവേഴ്സിറ്റികളും അവരുടെ PGക്കുള്ള അഡ്മിഷൻ ഈ CUET വഴിയായിരിക്കും നടത്തുക. വിശദ വിവരങ്ങൾക്ക് NTA സൈറ്റിൽ പോയിട്ട് സെർച്ച് ചെയ്യുക എന്നുള്ളതാണ് അവസാനത്തെ ആ ഒരു സെന്റൻസ് പറയുന്നത്. സോ ഇന്ന് വരും നാളെ വരും എന്ന് കരുതിയിരുന്ന ആ CUCET എക്സാം എല്ലാം കൂടെ ഇപ്പം CUET ആയിട്ട് April 1st വീക്ക് തൊട്ട് അപ്ലിക്കേഷൻ സ്വീകരിക്കും എന്നുള്ള വരെ ആയി കാര്യങ്ങൾ. ഇനി എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, നിങ്ങളുടെ പ്രിപ്പറേഷൻ എത്രത്തോളമായി? മുൻപ് നടത്തി വന്നിരുന്ന സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്ക് മാത്രം അഡ്മിഷൻ ലഭിച്ചിരുന്ന ആ ഒരു CUCET എന്ന ഫോർമാറ്റിൽ നിന്ന് മാറി CUET ഒരുപാട് അവസരങ്ങൾ നിങ്ങൾക്ക് അധികമായി തരുന്ന, മുമ്പത്തത് വെച്ച് നോക്കുമ്പോൾ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന CUETയിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് അത് അപ്പിയർ ചെയ്യുമ്പോൾ കൃത്യമായിട്ടൊരു ധാരണ ഉണ്ടാവേണ്ടതുണ്ട്. നിങ്ങളെ CUET ഏറ്റവും നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് Prepwise. CUETക്ക് നിങ്ങളെ പ്രിപ്പയർ ചെയ്യാൻ Prepwise പ്രിപ്പയർഡ് ആണ്. UGCയുടെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വന്ന സ്ഥിതിക്ക് ഇനി നിങ്ങളുടെ കയ്യിൽ അധികം സമയമില്ല എന്ന് തന്നെ പറയേണ്ടതുണ്ട്. ഏറ്റവും ചുരുക്കം സമയം ഏറ്റവും എഫിഷ്യന്റ് ആയി ഏറ്റവും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാൻ Prepwise നിങ്ങളെ സഹായിക്കും. Prepwiseന്റെ CUET കോച്ചിങ്ങിനെ പറ്റി എല്ലാം അറിയാൻ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. പോരാത്തതിന് ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഉണ്ട്. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ടീം നിങ്ങളെ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. Prepwise
ക്ലാസ്സസ്, വാല്യുവേറ്റഡ് നോട്ട്സ്, മോക്ക് ടെസ്റ്റ് ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത് അവരുടെ ആപ്പിലൂടെയാണ്. ആപ്പ് പ്ലേ സ്റ്റോറിലും അതുപോലെ തന്നെ ആപ്പ് സ്റ്റോറിലും ലഭ്യമാണ്. CUETക്കായി പ്രിപ്പയർ ചെയ്യുന്നവരും അതുപോലെ തന്നെ ഇനിയും പ്രിപ്പറേഷൻ തുടങ്ങാത്തവരും എത്രയും പെട്ടെന്ന് അവരുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക പ്രപ്പോയ്സിനൊപ്പം. ഇനിയും ഇതുപോലെ പെട്ടെന്ന് എത്രയും ഓതന്റിക് ആയിട്ടുള്ള ന്യൂസുകൾ CUETയെ പറ്റി ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു CUET വീഡിയോ ആയിട്ട് ഞാൻ വൈകാതെ വരുന്നതായിരിക്കും. അതുവരേക്കും പീസ് ഔട്ട്.